ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോടാനുകോടി കൃഷ്ണഭക്തർ കണ്ണിലുണ്ണിയായി കാണുന്ന ഉണ്ണിക്കണ്ണന്റെ രൂപം മനസ്സിൽ താലോലിച്ച് ഭക്തിയിൽ ആറാടുന്ന ദിനം അഷ്ടമിരോഹിണി. ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടപരിപാലനത്തിനും ധർമ്മത്തെ അധർമ്മത്തിൽ നിന്നും മോചിപ്പിക്കുവാനും ഭഗവാൻ അവതരിച്ച ദിനം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഉണ്ണിക്കണ്ണന്റെ ബാലലീലകളുടെ സ്മരണയിൽ നഗരത്തെ അമ്പാടിയാക്കി അഷ്ടമിരോഹിണി. വിദ്യ പകർന്നു നൽകിയവരെ ആദരിച്ച് ജില്ലയിലെങ്ങും ദേശീയ അധ്യാപക ദിനാഘോഷങ്ങൾ. മൊഴിച്ചൊല്ലിയ യുവതിക്ക് ജീവനാംശത്തിന് പുറമെ ചികിത്സാ ചെലവും നൽകാൻ ഹൈക്കോടതിയുടെ ചരിത്രവിധി. വിശദമായ വാർത്തകളിലേക്ക്. ഉണ്ണിക്കണ്ണന്റെ പിറന്നാളിൽ ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. അഷ്ടമിരോഹിണി ദിനത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടന്നു. ശ്രീകൃഷ്ണ ജന്മദിനമായ അഷ്ടമിരോഹിണി നാളിൽ ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാൻ പതിനായിരങ്ങളുടെ ഒഴുക്കാണ് പുലർച്ചെ തന്നെ ഉണ്ടായത്. പുലർച്ചെ 3 നിർമാല്യം, വാകചാർത്ത് എന്നീ ചടങ്ങുകൾ നടന്നു. കൂടാതെ വിശേഷാൽ പൂജകളും വഴിപാടുകളും ഉണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അഭൂതപൂർവമായ തിരക്കായിരുന്നു. തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രം, പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രം, തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രം, വേങ്ങേരി ശ്രീകൃഷ്ണ ക്ഷേത്രം, പാറമ്മൽ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങൾ ഭക്തജനനിബിഡമായിരുന്നു. ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് പായസവും പ്രസാദവും വിതരണം ചെയ്തു. അഷ്ടമിരോഹിണിയുടെ ഭാഗമായി ജില്ലയിലുടനീളം ശോഭായാത്രകൾ നടന്നു. കൃഷ്ണവേഷം കെട്ടിയ ബാലകന്മാരും ഗോപിക വേഷം ധരിച്ച പെൺകുട്ടികളും ശോഭായാത്രയ്ക്ക് മാറ്റുകൂട്ടി. പീലി തിരുമുടിയും ഗോപിക്കുറിയും പീതാംബരവും ഓടക്കുഴലും വനമാലയുമായി കൃഷ്ണവേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ ഗ്രാമ നഗരവീഥികൾ കീഴടക്കി. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷങ്ങൾ നടന്നത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 3000 ശോഭയാത്രകളാണ് നടന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ച ശോഭയാത്രകൾ സംഗമിച്ച് 500ഓളം മഹാശോഭയാത്രകളായി മാറി. കൃഷ്ണവേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ, ഗോപികാ വേഷം ധരിച്ച ബാലികമാർ, താലപ്പൊലി, ചെണ്ടമേളം, പഞ്ചവാദ്യം, വിവിധ നിശ്ചല ദൃശ്യങ്ങൾ, ഭജനസംഘങ്ങൾ തുടങ്ങിയവ ശോഭയാത്രയ്ക്ക് മാറ്റുകൂട്ടി. പ്രാദേശിക ശോഭയാത്രകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ച് പ്രധാന സ്ഥലങ്ങളിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി ക്ഷേത്രങ്ങൾ, ആധ്യാത്മിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സമാപിച്ചു. തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്നുമാണ് മഹാശോഭയാത്ര ആരംഭിച്ചത്. വിവിധ നഗരസമിതികളുടെ ആഭിമുഖ്യത്തിൽ എരഞ്ഞിപ്പാലം ശ്രീ തായാട്ട് ഭഗവതി ക്ഷേത്രം, വെള്ളയിൽ ശ്രീ കാമ്പുറം ഗുരുദേവ ക്ഷേത്രം, അഴകുടി ദേവീക്ഷേത്രം, തറമ്മൽ ശ്രീ ഭഗവതി ക്ഷേത്രം, പന്നിയങ്ങര ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ഉപശോഭയാത്രകൾ ബലരാമനും പഞ്ചപാണ്ഡവരും നയിച്ചു. ഈ ഉപശോഭയാത്രകൾ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് മഹാശോഭയാത്രയിൽ സംഗമിച്ച് മുതലക്കുളം അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ അമ്പാടിയിൽ സമാപിച്ചു. ഭർത്താവ് മൊഴി ചൊല്ലിയാലും മുസ്ലിം സ്ത്രീക്ക് ചികിത്സാ ചെലവ് നൽകണമെന്ന ഹൈക്കോടതി വിധി ശ്രദ്ധേയമാകുന്നു. ചാലിയം സ്വദേശി സൌദയുടെ 10 വർഷം നീണ്ട നിയമ പോരാട്ടമാണ് ചരിത്രവിധി പ്രഖ്യാപനത്തിനിടയാക്കിയത്. 18-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞ് 28-ാം വയസ്സിൽ അബ്ബാസ് മൊഴി ചൊല്ലിയ ചാലിയം സ്വദേശിനി സൌദയ്ക്കറിയില്ലായിരുന്നു തന്റെ 10 വർഷം നീണ്ട നിയമ പോരാട്ടം ഒടുവിൽ ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന്. ഒരാൺകുട്ടിയും 2 പെൺകുട്ടികളുമുള്ള സൌദയെ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ഭർത്താവ് 2004-ലാണ് മൊഴി ചൊല്ലിയത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മക്കൾക്ക് ചെലവിന് മാസം 1700 രൂപയും സൌദയ്ക്ക് ജീവനാംശമായി 3,60,000 രൂപയും നൽകാൻ 2007-ൽ വിധിച്ചു. എന്നാൽ ജീവനാംശ തുകയെ ചൊല്ലിയുള്ള കേസ് ഹൈക്കോടതിയിൽ എത്തിയതോടെയാണ് വഴിത്തിരിവായത്.
ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കെ കലശലായ നടുവേദനയെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സൗദയ്ക്ക് 10ഓളം തവണ ഡയാലിസിസും നടത്തേണ്ടി വന്നു. ചികിത്സയ്ക്ക് ചെലവായ 3 ലക്ഷത്തിലധികം വരുന്ന തുക ഭർത്താവ് നൽകണമെന്ന് സൗദയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിനോദ് സിംഗ് ചെറിയാൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചു. 1986 മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമത്തിലെ വിവാഹമോചിതയാകുന്ന സ്ത്രീയുടെ അവകാശമായ അത്യാവശ്യത്തിൽപ്പെടുന്നതാണ് ചികിത്സാ ചെലവുമെന്ന് ഹൈക്കോടതി വിധിച്ചപ്പോൾ അത് ചരിത്രമായി. 4 മാസത്തിനകം ചികിത്സയ്ക്ക് ചെലവായ തുക എത്രയെന്ന് കണക്കാക്കാൻ കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. This is a landmark judgment. According to the Justice Kamal Pasha, he held that needs includes medical expenses also. The poor Muslim woman, without any reason, a number of divorce cases are now pending before several courts in India. മുസ്ലിം സ്ത്രീകളെ കാരണങ്ങളില്ലാതെ മൊഴിചൊല്ലി കൈയൊഴിയുന്നവർക്കുള്ള താക്കീതാണ് വിധിയെന്ന് സൗദ. ഭാവിയിലിഞ്ഞൊരു ആൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവരുത്, അതിനുള്ള നല്ലൊരു വിധിയായി ഇപ്പോ മാറിയത്. അപ്പൊ ഇനി കുറച്ച് ഈ ആൾക്കൊക്കെ കുറച്ച് പേടി ഉണ്ടാവണം. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീയുടെ ചികിത്സാ ചെലവ് കൂടെ ഭർത്താവ് നിർബന്ധമായും നൽകണമെന്ന ഹൈക്കോടതിയുടെ സുപ്രധാന വിധി ചരിത്രത്തിലെ നാഴികക്കല്ലാവുകയാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അധ്യാപകർ വിദ്യയോടൊപ്പം പകർന്നു നൽകിയ നന്മയുടെ വെളിച്ചത്തിൽ ഒരു കൂട്ടായ്മ സേവനപാതയിലേക്ക്. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1995-96 ബാച്ചിലെ ഡോക്ടർമാരാണ് നഗരത്തിലെ അനാഥ കുരുന്നുകൾക്കായി മെഡിക്കൽ ക്യാമ്പ് ഒരുക്കുന്നത്. ക്യാമ്പിന് തുടക്കം കുറിക്കാൻ പ്രിയ അധ്യാപകരെ തന്നെ അവർ തിരഞ്ഞെടുത്തു. 20 വർഷങ്ങൾക്ക് മുൻപ് പടിയിറങ്ങിയ വിദ്യാലയമുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നത് ഒരു പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കാനായിരുന്നു. കോഴിക്കോട്ടെ അനാഥാലയങ്ങളിലെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൃത്യമായ ഇടവേളകളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം. അധ്യാപകർ വിദ്യയോടൊപ്പം പകർന്നു നൽകിയ നന്മ കൈമുതലാക്കി സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1995-96 ബാച്ചിലെ ഡോക്ടർമാരാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് കൈകോർത്തത്. അതിനായി സെപ്റ്റംബർ 5 അധ്യാപക ദിനം തന്നെ അവർ തിരഞ്ഞെടുത്തു. ജോയ് ഓഫ് ഫിറ്റ്നസ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രൊജക്ടിൽ കോഴിക്കോട്ടെ അനാഥാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനും കൃത്യമായ ഹെൽത്ത് റെക്കോർഡുകൾ തയ്യാറാക്കാനുമാണ് ഇവർ പദ്ധതിയിട്ടിരിക്കുന്നത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇവരുടെ പ്രിയ അധ്യാപകർ തന്നെ പ്രോജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട്ടെ 4 അനാഥാലയങ്ങളിൽ നിന്നായി 100ഓളം കുട്ടികൾ സാക്ഷികളായി. തുടർന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ അവർക്കുള്ള മെഡിക്കൽ ക്യാമ്പും നടന്നു. നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ PK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PK ശശീന്ദ്രൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് S കമലാദേവി അധ്യക്ഷത വഹിച്ചു. PR നമ്പ്യാർ, ഗംഗാബായി, ദേവിയമ്മ, റോസി തുടങ്ങിയവരുടെ ദേഹവിയോഗത്തിൽ ചടങ്ങ് അനുശോചിച്ചു. KD ഇന്ദിരാദേവി അനുസ്മരണ ഭാഷണം നടത്തി. M അപ്പുക്കുട്ടി, K ശ്രീനാരായണൻ നായർ, PK അശോകൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഡോക്ടർ P ശ്രീമാനുണ്ണി, സ്റ്റാഫ് രതീഷ്, I രുക്മിണി, മേരി ഗ്രിസിൽഡ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്.
ഇപ്രാവശ്യമെങ്കിലും മനസ്സ് നിറഞ്ഞു സ്വർണ്ണം എടുക്കണം കേട്ടോ. കഴിഞ്ഞ തവണ തന്നെ മനസ്സിന് ഒട്ടും തൃപ്തിയായില്ല. അതെങ്ങനെയാ? ആകെ 5 എണ്ണം കണ്ടിട്ട് അതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞ മനസ്സിന് എങ്ങനെ തൃപ്തി വരും? കാശ് എണ്ണിക്കൊടുത്ത് വാങ്ങിക്കണതല്ലേ. കഴിഞ്ഞ തവണ നമ്മൾ നിറയെ കടകളിൽ കയറി ഇറങ്ങി, എന്നിട്ട് മനസ്സിന് പിടിച്ചത് കിട്ടിയില്ല. ബുദ്ധിയുള്ളവർ കല്യാൺ ജ്വല്ലേഴ്സിൽ പോകും. അവിടെ ആവുമ്പോ നമുക്ക് തിരഞ്ഞെടുക്കാം ആയിരക്കണക്കിന് ഡിസൈനുകളിൽ നിന്ന്. അതാ പുതിയ വലിയ കളക്ഷൻ ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. പൌരാണിക ഇന്ത്യയിലെ ശാസ്ത്രം, മിത്തും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ കോഴിക്കോട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് GS പത്മകുമാർ വിഷയാവതരണം നടത്തി. പൌരാണിക ഇന്ത്യയിലെ ശാസ്ത്രം, മിത്തും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ കോഴിക്കോട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് GS പത്മകുമാർ വിഷയാവതരണം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലൈഫ് സയൻസ് റീഡർ ഡോക്ടർ E ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത്, കോപ്പർനിക്കസ് പുതിയൊരു പ്രപഞ്ച മാതൃക തന്നു എന്നുള്ളതിനേക്കാൾ വലിയ സംഭാവന അദ്ദേഹം നൽകിയത് പുതിയൊരു മാനസിക ലോകം നമുക്ക് തന്നു, പുതിയൊരു ചിന്താ പദ്ധതി, പുതിയൊരു വൈജ്ഞാനിക രീതി, നമ്മളെയും നമ്മുടെ ചുറ്റുപാടിനെയും നോക്കിക്കാണാനുള്ള പുതിയൊരു സമ്പ്രദായം. അതിന് കോപ്പർനിക്കസിന്റെ കിരീടം. ഡോക്ടർ M ജ്യോതിരാജ്, A ശേഖർ, ഷീബ ടീച്ചർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. 102ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങൾ ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിക്ക് സഹായമായിട്ടുള്ളതാണോ? പ്രാചീന ഭാരതത്തിന്റെ അനേകമായ ശാസ്ത്ര നേട്ടങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭ്യമായിട്ടുണ്ടോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ സെമിനാറിൽ ഉയർന്നു. അധ്യാപകനാണ് രാജ്യത്തെ ഏറ്റവും പ്രമുഖനെന്ന് പറഞ്ഞ വ്യക്തിയാണ് സർവേപ്പള്ളി രാധാകൃഷ്ണനെന്ന് ഡോക്ടർ EP രവീന്ദ്രൻ. അഖില ഭാരത രാഷ്ട്രഭാഷാ വേദിയുടെ ആഭിമുഖ്യത്തിൽ മലാപ്പറമ്പ് AUP സ്കൂളിൽ ജില്ലയിലെ റിട്ടയർ ചെയ്ത പ്രമുഖരായ 8 ഹിന്ദി അധ്യാപകരെ ആദരിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ രാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ 128ാം ജന്മദിനാചരണത്തിന്റെ ഭാഗമായി അഖില ഭാരത രാഷ്ട്രഭാഷാ വേദിയുടെ ആഭിമുഖ്യത്തിൽ മലാപ്പറമ്പ് AUP സ്കൂളിൽ ജില്ലയിലെ റിട്ടയർ ചെയ്ത പ്രമുഖരായ 8 ഹിന്ദി അധ്യാപകരെ ആദരിച്ചു. VK ബാലകൃഷ്ണൻ നായർ, തത്തോത്ത് ബാലകൃഷ്ണൻ, നാരായണൻ അടിയോടി, ഡോക്ടർ ശിവരാമൻ തണ്ടാശ്ശേരി, ഡോക്ടർ ശശീന്ദ്രൻ പാവൂർ, ഉണ്ണി മാസ്റ്റർ, ഗോപാലൻ മാസ്റ്റർ എന്നിവരെയാണ് ആദരിച്ചത്. മുൻ DDE ഡോക്ടർ EP രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സുരേഷ്, ഹാറൂൺ, ശ്രീധരൻ പൂയക്കണ്ടി, പ്രഭാകരകുറുപ്പ്, വിനു ഒടുംബ്ര, ഹരികൃഷ്ണൻ മാസ്റ്റർ, ഭാസി മലാപ്പറമ്പ്, NN അടിയോടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സ്കൂൾ സംരക്ഷണ സമിതി ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓണം പ്രവർത്തകർ, PTA ഭാരവാഹികൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് ജില്ലാ സോഫ്റ്റ്ബോൾ അസോസിയേഷന്റെ ജില്ലാ സീനിയർ ലീഗ് ചാമ്പ്യൻഷിപ്പ് JDT ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിച്ചു. KRS എക്സിക്യൂട്ടീവ് ഡയറക്ടർ CP കുഞ്ഞു മുഹമ്മദ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ സോഫ്റ്റ്ബോൾ അസോസിയേഷന്റെ ജില്ലാ സീനിയർ ലീഗ് ചാമ്പ്യൻഷിപ്പ് JDT ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിച്ചു. KRS എക്സിക്യൂട്ടീവ് ഡയറക്ടർ CP കുഞ്ഞു മുഹമ്മദ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സോഫ്റ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് P മുഹമ്മദ് നജീബ് അധ്യക്ഷം വഹിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി AK മുഹമ്മദ് അഷ്റഫ്, K രാമദാസ്, P ഷഫീഖ്, T രാജീവ്, അനീസ് മടവൂർ, MP മുഹമ്മദ് മുസ്തഫ, ഫറൂഖ് കോളേജ് കായിക വിഭാഗം പ്രൊഫസർ NV ഫസീൽ അസ്ഹർ, സാബിത് കാരന്തൂർ, K മുഹമ്മദ് ഷഫീഖ് എന്നിവർ ആശംസകൾ നേർന്നു. കലയിലും രുചിയിലും പാരമ്പര്യമുണർത്തി കരവിരുതിൽ വൈവിധ്യങ്ങൾ ഒരുക്കുകയാണ് അജീഷ എന്ന കൊച്ചുമിടുക്കി. കൈവച്ച മേഖലയിലെല്ലാം മികവ് തെളിയിച്ച അജീഷയെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
പണ്ടത്തെ ഗ്രാമീണ പെൺകുട്ടികളുടെ മുടിത്തുമ്പിലെ റബ്ബർ ബാൻഡ് ന്യൂ ജനറേഷന് പുത്തൻ പരീക്ഷണമാകുന്നു. വ്യത്യസ്ത നിറങ്ങളിലുള്ള റബ്ബർ ബാൻഡുകൾ കൊണ്ട് പുതിയ രൂപങ്ങളുണ്ടാക്കുകയാണ് ദോഹയിൽ സ്ഥിരതാമസമായ ഡോക്ടർ ബേനസീർ ലത്തീഫ് നാസറിന്റെയും PM അബ്ദുൽ നാസറിന്റെയും മകൾ അജീഷ എന്ന 7ാം ക്ലാസ്സുകാരി. മുത്തശ്ശനായ ഹോമിയോ ഡോക്ടർ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിൽ അവധിക്കാലം ചെലവഴിക്കാനെത്തിയതാണ് അജീഷ. കൈയുപയോഗിച്ചും വീട്ടിലുപയോഗിക്കുന്ന ഫോർക്ക് ഉപയോഗിച്ചും റബ്ബർ ബാൻഡിനെ പരസ്പരം പിണച്ച് കയ്യിലണിയാവുന്ന ബാൻഡുകൾ ഉണ്ടാക്കാമെന്ന് അജീഷ പറയുന്നു. ബാൻഡ്സിന്റെ അതാണെങ്കിൽ കുറെ ഡിഫറെന്റ് ടൈപ്സ് വെച്ച് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ചുമ്മാ അത് സ്പെൻഡ് ചെയ്യണ്ട, വേറെ പ്ലാസ്റ്റിക് ഒക്കെ വാങ്ങി അത് പൊട്ടുന്നു. ഇതിന്റെ പകരം ബാൻഡ്സ് ആണെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ഇഷ്ടമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ മാല അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റാക്കി ഒരു കീ ചെയിൻ അതൊരു ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും. പ്ലസ് അത് പൊട്ടിപ്പോയാലോ തിരിച്ച് നമുക്ക് മെൻഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് അത് കുറേയും കൂടെ ചുമ്മാ അത് വാങ്ങുന്നതിനേയും കാട്ടിലും ഈസിയർ ആയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന. പാചകകലയും അജീഷയ്ക്കൊപ്പമുണ്ട്. കോഴിക്കോട് നടന്ന പാചക മത്സരത്തിലെ വിജയിയായിരുന്നു അജീഷയുടെ മുത്തശ്ശി. മുത്തശ്ശിക്ക് സമ്മാനാർഹമായ ഡ്രീം ചിക്കനാണ് അജീഷയുടെ പരീക്ഷണ പാചകം. എനിക്ക് ഇൻട്രസ്റ്റ് കുക്കിങ്ങിലും ഇൻട്രസ്റ്റ് ഉണ്ട്. അത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് നിന്നാണ് വന്നത്. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ റെസിപ്പിയാണ് ഡ്രീം ചിക്കൻ. അപ്പം അത് കണ്ടിട്ടാണെങ്കിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് പതുക്കെ വന്നു. ടിവിയുടെ ആണെങ്കിൽ ഷോസ്, അങ്ങനത്തെ ഷോസ്, കുക്കിംഗ് ഷോസും മാസ്റ്റർ ഷെഫ് അങ്ങനത്തതൊക്കെ കണ്ടിട്ട് എനിക്ക് കുറേ കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ഖത്തറിൽ ഇപ്പം എൻ്റെയും റെസിപ്പീസ് ചെയ്യാറുണ്ട്. കൂടെ ചിക്കൻ നഗറ്റ്സും കൂടിയായപ്പോൾ സംഗതി ഉഷാർ. ദോഹയിൽ വെച്ച് നടത്തിയ പാചക മത്സരത്തിൽ അജീഷയുടെ ഡ്രീം ചിക്കന് സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരുന്നു. പാരമ്പര്യമായി കിട്ടിയ പാചകകലയിൽ പുത്തൻ പരീക്ഷണം നടത്തുകയാണ് ഈ കൊച്ചുമിടുക്കി. പാചകത്തോടൊപ്പം കാർട്ടൂൺ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന അജീഷയ്ക്ക് ദോഹയിൽ വെച്ച് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ അവധിക്കാലം കമ്പ്യൂട്ടറിനും മൊബൈലിനും മുന്നിൽ ചെലവഴിക്കുമ്പോൾ കലാവാസനകളെ പരിപോഷിപ്പിക്കുകയാണ് ഈ മറുനാടൻ മലയാളി. പണ്ട് പെൺകുട്ടികൾ മുടിത്തുമ്പിൽ കെട്ടിയിരുന്ന റബ്ബർ ബാൻഡ് കൊണ്ട് ഒരു പരീക്ഷണം. കരവിരുതിന് ഇത് പുതിയ മുഖം. ഇത് സാക്ഷാൽ ന്യൂ ജനറേഷൻ തന്നെ. ക്യാമറമാൻ ജഷാദോച്ചുവിനൊപ്പം വൃന്ദ KM, ജില്ലാ വാർത്തകൾ. കോർപ്പറേഷനിൽ മരാമത്ത് പണികൾ സ്തംഭിച്ചതിനെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷം സഭയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. യോഗത്തിനു ശേഷം ഇതേ ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയും നടന്നു. കോർപ്പറേഷനിൽ മരാമത്ത് പണികൾ സ്തംഭിച്ചതിനെപ്പറ്റി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം നഗരസഭാ കൌൺസിൽ ഹാളിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയത്. പ്രതിഷേധം രാത്രി വൈകിയും തുടർന്നു. കൌൺസിൽ യോഗം തുടങ്ങിയ ഉടൻ പ്രതിപക്ഷ പ്രമേയം പരിഗണിക്കാതെ കോഴിക്കോട് നഗരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന ഭരണപക്ഷാംഗം കൊണ്ടുവന്ന പ്രമേയം മേയർ AK പ്രേമജം ചർച്ചയ്ക്കെടുത്തതോടെ കൌൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങുകയായിരുന്നു. പലതവണ മേയർ പ്രതിപക്ഷവുമായി ചർച്ച നടത്തിയെങ്കിലും പ്രതിഷേധം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായില്ല. ഇതിനിടെ നഗരസഭാ ഓഫീസ് കവാടത്തിൽ കൌൺസിലർമാർക്ക് അഭിവാദ്യമർപ്പിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രകടനവും നടന്നു. പ്രമേയം പാസാക്കിയതായി പ്രഖ്യാപിച്ച് മേയറും ഭരണപക്ഷാംഗങ്ങളും കൂടി നിന്ന് അജണ്ട വായിച്ച് പാസാക്കി പിരിഞ്ഞുപോയെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയും പ്രമേയം സഭയിൽ വായിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പൊതുമരാമത്ത് ജോലികൾ നടക്കാത്തതിനെപ്പറ്റി പ്രത്യേക കൌൺസിൽ യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ആവശ്യം. എന്നാൽ പൊതുവായി ഒരു കൌൺസിൽ യോഗം വിളിക്കാമെന്നാണ് മേയറുടെയും ഭരണപക്ഷത്തിന്റെയും നിലപാട്. നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തിൽ നൽകിയ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചത് ഭരണപരാജയം മറച്ചുവെക്കാനാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കോർപ്പറേഷന്റെ ഭരണപരാജയം മറച്ചുവെക്കുന്നതിന് വേണ്ടി അവരുടെ മുഖം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പാഴ്ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഈ പോരാട്ടത്തിൽ നിന്ന് പ്രതിപക്ഷം പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. CPMന്റെ ഔദാര്യത്തിന് വേണ്ടി ഭരണസമിതിയുടെ മേയറുടെയും ഭരണകർത്താക്കളുടെയും ഔദാര്യത്തിന് വേണ്ടി കോഴിക്കോട്ടെ ജനങ്ങൾ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഔദാര്യത്തിന് മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ
ശക്തമായി പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനി ഞങ്ങൾ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് ഇറങ്ങും. അടിയന്തര പ്രാധാന്യമില്ലാത്ത കാര്യം ഉന്നയിച്ചതിനാലാണ് പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതെന്ന് മേയർ എ കെ പ്രേമജം പറഞ്ഞു. വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി 3 പേജിൽ അടിയന്തര ഉപന്യാസം തന്നെ തയ്യാറാക്കിയതിനാലാണ് യോഗത്തിൽ വായിക്കാൻ പറ്റാതിരുന്നതെന്നും മേയർ പറഞ്ഞു. ഇത് കണ്ടാൽ തന്നെ അറിയാലോ അടിയന്തര സ്വഭാവം ഇല്ലാണ്ടായി പോയി. അടിയന്തര സ്വഭാവം ഉള്ളൊരു വിഷയമാണെങ്കിൽ വായിച്ചിട്ട് തള്ളും. ഇത് പല വിഷയങ്ങളും കൂടി ഒരു കൊല്ലം മുന്നേലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന വിഷയമാണിത്. അതാണ് അതിന് അടിയന്തര പ്രാധാന്യം കൊടുക്കാൻ ഞാൻ തുടങ്ങിയത്. പിന്നെ എല്ലാ അടിയന്തര പ്രാധാന്യമുള്ള വിഷയം അനുവദിക്കാറുണ്ട്. പക്ഷെ ഇത് പല വിഷയങ്ങൾ ഒരുമിച്ച് ഒരു അടിയന്തര പ്രാധാന്യം ഇല്ലാതെ കൊണ്ടുവന്നില്ല. ശ്രദ്ധ ക്ഷണിക്കലും കൊണ്ടുവരാലോ. വാർത്തകളിൽ ഒരിടവേള കൂടി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെം സ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. നരകാസുരന്റെ സഹോദരിയായ നക്രതുണ്ടിയുടെ സൂക്ഷ്മഭാവങ്ങൾ വ്യക്തമാക്കിയ നരകാസുരവധം കഥകളി ശ്രദ്ധേയമായി. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി സൂര്യസോപാനം കൾച്ചറൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച ദ്വിദിന കഥകളി അരങ്ങിന്റെ ഭാഗമായാണ് നരകാസുരവധം അരങ്ങേറിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സൂര്യസോപാനം കൾച്ചറൽ ട്രസ്റ്റിന്റെ അർദ്ധവാർഷിക പരിപാടിയായ വർഷസന്ധിയിൽ നരകാസുരവധം കഥകളി അരങ്ങേറി. നരകാസുരൻ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവരാനായി നക്രതുണ്ടിയെ സ്വർഗത്തിലേക്ക് അയക്കുന്നു. നക്രതുണ്ടിയുടെ പുറപ്പാട്, ആകാശയാത്ര എന്നിവ സുന്ദര സ്ത്രീരൂപം പൂണ്ട് സ്വർഗത്തിലെത്തിയ നക്രതുണ്ടി സ്ത്രീകളെ പിടിച്ച് തിരിച്ചുവരാനായി ഒരുങ്ങവേ ഇന്ദ്രപുത്രൻ ജയന്തനാൽ ചെവിയും മൂക്കും മാറും ഛേദിക്കപ്പെട്ട് അലമുറയിടുന്നത് കേട്ട് നരകാസുരൻ ശ്രദ്ധിക്കുന്നു. തുടർന്ന് നരകാസുരന്റെ പടപ്പുറപ്പാട്, പിന്നെ ഇന്ദ്രനെ ജയിക്കുന്നു. ഇതായിരുന്നു കഥാസന്ദർഭം. സദനം നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി, കോട്ടയ്ക്കൽ CM ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ശിവദാസൻ, കോട്ടയ്ക്കൽ ബാലനാരായണൻ, സദനം കൃഷ്ണൻകുട്ടി എന്നിവർ വേഷമിട്ടു. കലാമണ്ഡലം ജയപ്രകാശൻ, സംഗീതം കോട്ടയ്ക്കൽ സന്തോഷ്, കലാമണ്ഡലം നന്ദകുമാർ, ചെണ്ട കലാമണ്ഡലം വേണുമോഹൻ, കലാമണ്ഡലം രാജനാരായണൻ, മദ്ദളം കലാമണ്ഡലം രാഹുൽ നമ്പ്യാർ, ചുട്ടി കലാനിലയം പത്മനാഭൻ, ജയചന്ദ്രൻ, അണിയറ കുട്ടിൽ നാരായണൻ, ലിജീഷ് എന്നിവരാണ് മറ്റു കലാകാരന്മാർ. ചേലിയ ചേമഞ്ചേരിയാണ് കോപ്പ്. ഉത്തരമേഖല തപാൽ കലാമേളയ്ക്ക് ഉജ്ജ്വല തുടക്കം. ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ വി രാമുലു കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് ഡിവിഷണൽ സീനിയർ പോസ്റ്റൽ സൂപ്രണ്ട് പി ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ഉത്തരമേഖല തപാൽ കലാമേളയ്ക്ക് ഉജ്ജ്വലമായ തുടക്കം. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേണൽ വി രാമുലു കലാമേള ഉദ്ഘാടനം ചെയ്തു. You let me know if any cultural program is conducted, then I want to attend some of them. Then they said, every day some cultural program is conducted, sir. I was wondered, how come every day somebody can conduct some cultural program? Later on I understood that cultural activities are just part and parcel of Kerala's life. So in that way, Kerala is unique state, culturally really rich in the country. പ്രശസ്ത സാഹിത്യകാരി പി വത്സല ടീച്ചർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കോഴിക്കോട് ഡിവിഷണൽ സീനിയർ പോസ്റ്റൽ സൂപ്രണ്ട് പി ജയദേവൻ അധ്യക്ഷനായിരുന്നു. സീനിയർ പോസ്റ്റ് മാസ്റ്റർ CM ഭരതൻ സ്വാഗതവും സ്പീഡ് പോസ്റ്റ് മാനേജർ മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഉത്തരമേഖലയിലെ 9 ഡിവിഷനുകളിൽ നിന്നുള്ള കലാകാരന്മാർ വിവിധ ഇനങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചു. മാലിദ്വീപിലേക്ക് ബേപ്പൂർ തുറമുഖം വഴിയുള്ള കരിങ്കല്ല് കയറ്റുമതിക്ക് ശുഭാരംഭം. മുംബൈയിലെ സീ സ്റ്റാർ ആൻഡ് അംബ ഷിപ്പിംഗ് കമ്പനി നേതൃത്വത്തിലാണ് കൂറ്റൻ ബാർജിൽ ബേപ്പൂരിൽ നിന്ന് കരിങ്കല്ല് കൊണ്ടുപോകുന്നത്. തുറമുഖത്ത് നിന്ന് മാലിദ്വീപിലേക്ക് കൊണ്ടുപോകുന്ന കരിങ്കല്ല് ബാർജിൽ കയറ്റി തുടങ്ങി. കഴിഞ്ഞ ദിവസം 6:30യോടെയാണ് പുതിയ വാർഫിലുള്ള സലീന 2 ബാർജിലേക്ക് ടിപ്പർ ലോറിയിൽ നിന്ന് നേരിട്ട് കല്ലിറക്കിയത്. ബാർജിൽ പ്രത്യേകം സ്ഥാപിച്ച റാമ്പ് വഴി കഴിഞ്ഞ ദിവസം 6 ലോഡാണ് ആദ്യ ദിനം കയറ്റിയത്. ക്വാറിയിൽ നിന്ന് കരിങ്കല്ല് പെട്ടെന്നെത്തിച്ച് 3 ദിവസത്തിനകം ആദ്യ ലോഡ് കൊണ്ടുപോകാനാണ് ശ്രമം. കരിങ്കല്ലുമായി രാവിലെ തന്നെ ടിപ്പർ ലോറികൾ എത്തിയിരുന്നെങ്കിലും കസ്റ്റംസ് രേഖകൾ ശരിപ്പെടുത്തുന്നതിനുണ്ടായ കാലതാമസമാണ് ചരക്കിറക്കൽ വൈകിച്ചത്. മുംബൈയിലെ സീ സ്റ്റാർ ആൻഡ് അംബ ഷിപ്പിംഗ് കമ്പനി നേതൃത്വത്തിലാണ് മാലിദ്വീപിലേക്ക് കരിങ്കല്ല് കൊണ്ടുപോകുന്നത്. ആദ്യ ട്രിപ്പിൽ 2500 ടൺ ചരക്ക് കയറ്റി അയക്കാനാണ് അനുമതി നേടിയിട്ടുള്ളത്. കരിങ്കല്ല് ഇറക്കുമ്പോൾ ബാർജിന് കേടുപാടുണ്ടാകാതിരിക്കാൻ പ്ലാറ്റ്ഫോമിൽ നേരത്തെ മണ്ണിട്ട് നിരപ്പാക്കിയിരുന്നു. മാലിദ്വീപിൽ കടൽഭിത്തി നിർമ്മാണത്തിനുള്ളതാണ് കരിങ്കല്ല്. മാലിദ്വീപിലേക്കുള്ള നിർമ്മാണ വസ്തുക്കൾ പ്രധാനമായും തൂത്തുക്കുടി തുറമുഖത്തു നിന്നാണ് കയറ്റിക്കൊണ്ടുപോകുന്നത്.
ബേപ്പൂർ വഴിയുള്ള ചരക്ക് നീക്കം എളുപ്പവും ലാഭകരവുമാണെന്നതിനാലാണ് ഷിപ്പിംഗ് കമ്പനി കരിങ്കല്ല് കയറ്റുമതിക്ക് സന്നദ്ധരായത്. ക്വാറിയിൽ നിന്ന് കരിങ്കല്ല് ലഭിക്കുന്നതിനനുസരിച്ചാകും ബാർജിന്റെ യാത്ര. ചെലവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കമ്പിളിച്ചാലിൽ മോഹൻദാസിന് പുതിയ വീട് നിർമ്മിച്ചു നൽകി. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി ദിനചന്ദ്രൻ താക്കോൽദാനം നിർവഹിച്ചു. ചെലവൂർ കോട്ടബസാർ കമ്പിളിച്ചാലിൽ മോഹൻദാസിന് ചെലവൂരപ്പന്റെ വരദാനമായി ലഭിച്ചത് സ്വന്തമായൊരു വീട്. നിർധനനും പ്രാദേശിക ലോട്ടറി വിൽപ്പനക്കാരനുമായ മോഹൻദാസിന്റെ കിടപ്പാടം ഫ്ലക്സ് ഷീറ്റുകൾ കൊണ്ട് മറച്ചുണ്ടാക്കിയ ഷെഡായിരുന്നു. ഭാര്യ സുജാതയും 2 പെൺമക്കളും ചേർന്ന കുടുംബം ഈ കൂരയിലാണ് അന്തിയുറങ്ങിയിരുന്നത്. ചെലവൂർ ശ്രീകൃഷ്ണക്ഷേത്രത്തിന്റെ സേവാസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ കുടുംബത്തിന് 5 ലക്ഷം രൂപ ചിലവിൽ പുതിയ വീട് നിർമ്മിച്ചു നൽകിയത്. ഗൃഹാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി ദിനചന്ദ്രൻ താക്കോൽദാനം നിർവഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി MK രാജൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ B രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹരീഷ് മേക്കാമ്പുറം റിപ്പോർട്ടും അനിൽജി സേവാപ്രവർത്തന വിശദീകരണവും നടത്തി. കാരന്തൂർ ഹരഹര മഹാദേവ ക്ഷേത്രം മംഗളനിധിയുടെ ഭാഗമായി മോഹൻദാസിന്റെ മകൾക്കുള്ള സാമ്പത്തിക സഹായം പള്ളിക്കൽ കൃഷ്ണൻ മാസ്റ്റർ കൈമാറി. വാർത്തകൾ ചുരുക്കത്തിൽ. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡും ലംസം ഗ്രാന്റും കാലോചിതമായും ജനസംഖ്യാനുപാതികമായും വർദ്ധിപ്പിക്കുക, പട്ടിക വിഭാഗ കോളനികളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 20 വർഷത്തെ ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BSP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രക്ഷോഭ സമ്മേളനം സംസ്ഥാന കോർഡിനേറ്റർ M ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഗഫൂർ പുതുപ്പാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജെ സുധാകരൻ, രമേശ് നന്മണ്ട, KK ബാലകൃഷ്ണൻ നമ്പ്യാർ, ഇല്യാസ് T കുണ്ടൂർ, പ്രൊഫസർ മുഹമ്മദ് അഷ്റഫ്, KT വാസു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള പൊതുമരാമത്ത് ചട്ടം ഭേദഗതി ചെയ്ത് കേന്ദ്ര പൊതുമരാമത്ത് നിർമ്മാണ മാനദണ്ഡം നിർബന്ധമാക്കി സർക്കാർ ഉത്തരവായെങ്കിലും കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മാനദണ്ഡം നടപ്പാക്കാതെ സ്വന്തം നിലയിലുള്ള നിർമ്മാണ ഘടനയാണ് നടപ്പാക്കുന്നത് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കരാറുകാരുടെ സംയുക്ത സമരസമിതി പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 7-ന് കരാറുകാർ പ്രവർത്തികൾ ഏറ്റെടുക്കാതെ കളക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം നടത്തും. പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ വിദേശ മദ്യഷോപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യനിരോധന സമിതി അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തും. സെൻട്രൽ ലൈബ്രറിക്ക് സമീപം സെപ്റ്റംബർ 7-ന് തുടങ്ങി 8, 9 തീയതികൾ പ്രചാരണം നടത്തി 10-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ മികച്ച ബാസ്കറ്റ്ബോൾ താരങ്ങൾക്ക് ബാസ്കറ്റ്ബോൾ നെറ്റ്വർക്ക് ക്ലബ്ബ് ക്യാഷ് അവാർഡുകൾ നൽകുന്നു. 2000 രൂപ വീതമാണ് അവാർഡ്. സെപ്റ്റംബർ 7-ന് വൈകിട്ട് 5 മണിക്ക് സ്പോർട്സ് കൌൺസിൽ ഹാളിലാണ് പരിപാടി. ഇതോടൊപ്പം ബാസ്കറ്റ്ബോൾ പരിശീലകൻ CP ശ്രീധരൻ മാസ്റ്റർക്ക് ലൈഫ് ടൈം അവാർഡും നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷൻ സെപ്റ്റംബർ 8-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. ദേശാഭിമാനി ചീഫ് എഡിറ്റർ VV ദക്ഷിണാമൂർത്തി ഉദ്ഘാടനം ചെയ്യും. വയോജന വകുപ്പ് രൂപീകരണം, 2013-ലെ വയോജന നയം നടപ്പാക്കൽ, വയോജന പെൻഷൻ 4000 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ജില്ലാ കൺവെൻഷനിൽ ഉന്നയിക്കുമെന്ന് ജനമ കുഞ്ഞുണ്ണി, T ദേവി എന്നിവർ പറഞ്ഞു. കോഴിക്കോട് തൊണ്ടയാട് സ്വദേശി ശിവരാമൻ വൈദ്യർക്ക് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള ആയുർവേദ ഔഷധത്തിന് പേറ്റന്റ് ലഭിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 36 വർഷത്തെ ഗവേഷണ ഫലമായാണ് ഔഷധം വികസിപ്പിച്ചത്. നാട്ടിൽ തന്നെ ലഭ്യമായ പച്ചമരുന്നുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഔഷധത്തിന് താരതമ്യേന വില കുറവാണെന്നും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനും എല്ലാവർക്കും ലഭ്യമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും വൈദ്യർ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉണ്ണിക്കണ്ണന്റെ ബാലലീലകളുടെ സ്മരണയിൽ നഗരത്തെ അമ്പാടിയാക്കി അഷ്ടമിരോഹിണി. വിദ്യ പകർന്നു നൽകിയവരെ ആദരിച്ച് ജില്ലയിലെങ്ങും ദേശീയ അധ്യാപക ദിനാഘോഷങ്ങൾ. മൊഴിച്ചൊല്ലിയ യുവതിക്ക് ജീവനാംശത്തിന് പുറമെ ചികിത്സാ ചെലവും നൽകാൻ ഹൈക്കോടതിയുടെ ചരിത്രവിധി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.